ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ 8 ശ്ലോകങ്ങൾ വരെയാണ് നമ്മൾ പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മ. അങ്ങനെയല്ലേ ശങ്കരാചാര്യ? 9ാമത്തെ ശ്ലോകം ഒന്ന് പറഞ്ഞു വെച്ചു. ഇതുവരെയുള്ള ശ്രീമാത തുടങ്ങിയിട്ട് താടങ്കയുകുളി ഭൂതതപനൂട്ടുപമണ്ഡല എന്നുള്ളത് വരെയുള്ള മന്ത്രങ്ങള് 22 മന്ത്രങ്ങൾ വരെ. ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ മുമ്പത്തേതിനേക്കാളും കുറച്ചും കൂടെ വ്യക്തതയും ആ ഒരു ഭാവവും കുറച്ചെങ്കിലും, മുഴുവനൊന്നും കിട്ടില്ലെങ്കിലും, അമ്മയെ കിരീടം മുതൽ ഇതുവരെ, അതായത് അമ്മയുടെ കർണ കുണ്ടലങ്ങളായിട്ടുള്ള സൂര്യചന്ദ്രന്മാരെ വരെ കാണുന്ന ഒരു ഭാവം നമുക്കെല്ലാവർക്കും അത് ചൊല്ലുമ്പോൾ ഉണ്ടാവും. വളരെ സ്പീഡിൽ ചെല്ലിയാലൊന്നും ഇത് ഓർമ്മ കിട്ടില്ല. കാരണം നമ്മുടെ ഇപ്പോ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ഈ ശബ്ദത്തിന്റെ സ്പീഡിനേക്കാളും വലുതാണ് പ്രകാശത്തിന്റെ സ്പീഡ്. പക്ഷെ നമുക്ക് മനസ്സിൽ വളരെ 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 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതൊന്നും സ്ഫുടമായിട്ട് ആ രൂപത്തിലേക്ക് വരില്ല. അപ്പൊ ആ കിരീടം മുതൽ നമ്മൾ താഴോട്ട് കണ്ടു. കണ്ട് നെറ്റിത്തടവും പുരികക്കൊടികളും കണ്ണുകളും മൂക്കും കർണകുണ്ടലങ്ങൾ വരെ കണ്ടു. ആ തലമുടിയെ അലങ്കരിച്ചിരിക്കുന്ന കദംബമഞ്ജരി എന്ന് പറയുന്ന കദംബിൻ പൂക്കുലകളെ കൊണ്ട് അലങ്കരിച്ച ചെവിയുടെ ഭാഗം, കർണത്തെ പൂരിപ്പിച്ച ഭാഗം. അപ്പൊ കദംബം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഏതായാലും കദംബം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ പൂവിന്റെ ഫോട്ടോയൊക്കെ വരും. അത് പ്രത്യേക ഒരു കമ്മല് പോലെയാണ്. അത് അതിമനോഹരമാണ്. ഒരു മഞ്ഞയോ ചുമപ്പോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അതിമനോഹരമായിട്ടുള്ള ആ ഒരു പൂവ് പോലെയാണ്. ഒരു പൂവെന്ന് പറയാൻ പറ്റും, ഒരു കായ് പോലെ തോന്നുള്ളൂ. അതുകൊണ്ടുള്ള മഞ്ചരി കൂട്ടമാണ്. അപ്പൊ എത്ര മനോഹരമായിരിക്കും അമ്മയുടെ തലമുടിയുടെ പുറകിൽ അത് ഇരുന്നാൽ എന്ന് നമുക്ക് മനസ്സിലാവും. അത് കാണണം. അത് എന്താണ് കദംബ മഞ്ചരി, എന്താണ് കദംബിൻ പൂവ് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ഫോട്ടോ ഇട്ട് തരാം. നിങ്ങൾക്ക് ഇതിനെ കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള കദംബ മഞ്ചരികളെ കൊണ്ട് പൂരിപ്പിച്ചിരിക്കുന്ന കർണം, അത് മനോഹരമാക്കിയിരിക്കുന്ന, ചേർത്ത് വച്ചിരിക്കുന്ന കദംബൻ പൂക്കുലകളെ കൊണ്ട് ചേർത്ത് വച്ചിരിക്കുന്ന അമ്മയുടെ കർണവും കാതുകളും, അതിൽ സൂര്യനെയും തപനനെയും ഉടുവനെയും കമ്മലാക്കിക്കൊണ്ട് ഉള്ള ആ ഒരു സൗന്ദര്യം. ശരിക്ക് പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രകാശമാണ് സൂര്യനും ചന്ദ്രനും, അല്ലെ? ആ സൂര്യചന്ദ്രന്മാരെ കർണാഭരണമാക്കിയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്യക്തമാക്കി കഥകളിലൂടെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കർണകുണ്ടലങ്ങൾ, അമ്മയുടെ കർണകുണ്ടലങ്ങൾ സൂര്യചന്ദ്രന്മാരാണ് എന്ന് നമ്മളെ മനസ്സിലാക്കുകയും അമ്മയുടെ ഔന്നത്യം, നമുക്ക് എല്ലാം ജീവൻ തരുന്ന, നമുക്ക് പ്രകാശം തരുന്ന, ഇരുട്ട് മാറ്റിത്തരുന്ന ചന്ദ്രനും സൂര്യനും അമ്മയുടെ വെറും കുണ്ടലങ്ങൾ മാത്രമാണ് എന്നുള്ള ആ ഔന്നത്യം. ഈ പ്രപഞ്ചത്തിന്റെ യാത്ര തന്നെ സൂര്യചന്ദ്രന്മാരുടെ ആ ഒരു പ്രയാണം കൊണ്ടാവുമ്പോൾ, അതും ആകാശപ്രതീകമായിട്ടുള്ള ചെവിയിലായതുകൊണ്ട്, ആകാശത്തുള്ള 2 ഗോളങ്ങളാണ് നമ്മുടെ ജീവസ്രോതസ്സുകളാണ് ചന്ദ്രനും സൂര്യനും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആയിരിക്കാം ഏറ്റവും നല്ലത് സൂര്യചന്ദ്രന്മാർ വിളങ്ങാൻ. അങ്ങനെ സൂര്യന്റെയും ചന്ദ്രന്റെയും അത്രയും പ്രഭയോടുകൂടി, അത്ര മിന്നിത്തിളങ്ങുന്ന കുണ്ടലങ്ങളാണ് ഇതുവരെ കണ്ടു. അടുത്ത 9ാമത്തെ ശ്ലോകം ഞാൻ പറഞ്ഞിരുന്നു. പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രുമബിംബശ്രീന്യക്കാരിരദനച്ഛദ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു സമയമുള്ളത് കൊണ്ട്. അതിൽ 1ാമത്തെ മന്ത്രം പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ. അത് എവിടെ തെറ്റിപ്പോകും, തെറ്റാൻ സാധ്യതയുണ്ട് എന്നെല്ലാം വ്യക്തതയായിട്ട് ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അതെങ്ങനെയാണ് അങ്ങനെ ഒരു മന്ത്രം, ഇത്രയും നീണ്ട മന്ത്രം വെച്ചാൽ വിശേഷണങ്ങളെ കൊണ്ടാണ് ആദ്യത്തെ കുറേ മന്ത്രങ്ങളിൽ നീണ്ട മന്ത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഭൂ ആ ഉണ്ടായത് എന്നർത്ഥം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവൾ എന്നർത്ഥം, അല്ലെങ്കിൽ അങ്ങനെ ജനിച്ചവൾ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളവൾ എന്നർത്ഥം. എന്താണ് കപോലം? കപോലം എന്ന് വെച്ചാൽ കവിൾത്തടാണ്. അപ്പൊ കപോലത്തോടു കൂടിയവൾ കപോലഭൂ. അപ്പൊ കവിൾത്തട, അപ്പൊ കപോലഭൂ, അല്ലാണ്ട് പോലഭൂ എന്ന് പറയരുത്. പലരും ചൊല്ലുമ്പോ
പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ എന്ന് പറയാറുണ്ട്. അത് തെറ്റും ഒരർത്ഥം ഇല്ലാണ്ടാവും. അതുകൊണ്ട് കപോല ഭൂ, ഭൂ കപോല ഭൂ. പിന്നെ ഉള്ളത് വികപോലഭൂ അല്ല, പരിഭാവി കപോലഭൂ. അത് ഓരോരോ പദങ്ങൾ ചേർത്ത ഓരോ പദം ഞാൻ പറയാം. ഭൂ എന്നൊരു പദം, അത് പദമായിട്ട് എടുത്തില്ലെങ്കിലും കപോലഭൂ എന്നൊരു പദം, പരിഭാവി അല്ല, ആദർശ, ശില, പത്മരാഗ. അപ്പൊ പത്മരാഗ, ശില, ആദർശ, പരിഭാവി, കപോലഭൂ, ഇതാണ് അതിലത്തെ പദങ്ങള്. അപ്പൊ ഭൂ എന്ന് പറഞ്ഞ എന്താണ് പ്രത്യേക സൃഷ്ടിയായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, കപോലഭൂ അമ്മയുടെ കവിൾത്തടത്തെ കുറിച്ചിട്ടാ പറയുന്നത്. അങ്ങനെ കവിൾത്തടത്തോടു കൂടിയവളാണ് അമ്മ. കപോലഭുവേ നമ. അപ്പോ ഇവിടെ കപോലം എന്ന് വെച്ചാൽ കവിൾത്തടമാണെന്ന് കണ്ടു. ആ കവിൾത്തടത്തിന് എന്താണ് പ്രത്യേകത? ഓരോ അംഗത്തിനും ഓരോരോ വിശേഷണങ്ങളെ കൊണ്ട് അതിന്റെ ഔന്നത്യം പറഞ്ഞുകൊണ്ട്, സൗന്ദര്യം പറഞ്ഞുകൊണ്ട് പശുന്യാദി വാഗ്ദേവതമാരെ അമ്മയെ സ്തുതിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു വന്ന് കണ്ണും പുരികവും, അല്ലെങ്കിൽ നെറ്റിത്തടവും പുരികങ്ങളും കണ്ണുകളും മൂക്കും മൂക്കൂത്തിയും അല്ലെ, അതുപോലെ കേശാഭരണവും കേശാലങ്കാരവും, അമ്മയുടെ കർണങ്ങളിൽ തൂങ്ങുന്നതായിട്ടുള്ള ചന്ദ്രനെ പോലെ സൂര്യനെ പോലെ തിളങ്ങുന്ന 2 കർണകുണ്ടലങ്ങൾ കണ്ടാൽ, ആ കർണകുണ്ടലങ്ങള് ശരിക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചിന്ത വരെ തൊട്ടടുത്ത സ്ഥലം മൂക്ക് പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു കവിൾത്തടാണ്. അപ്പൊ അമ്മയുടെ കവിൾത്തടമൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച് ധ്യാനിക്കാനിരുന്നാൽ ഒരിക്കലും കാണാനൊന്നും സാധ്യമല്ല. ശ്രമിച്ചു നോക്കിയാൽ അറിയാം. ഇതിൽ പറയുന്ന രീതിയിൽ ഒരിക്കലും കാണാൻ സാധ്യമല്ല. അപ്പൊ എന്താണ് അമ്മയുടെ കപോലത്തിനുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പരിഭാവി കപോലഭൂ. പരിഭാവി കപോലം, പരിഭവിപ്പിക്കുന്ന കപോലമാണ്. പരിഭവിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓ, എന്തൊരു കവിൾത്തട. അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ എന്തെങ്കിലും ഉണ്ടാകും, ഒരു അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. പരിഭവം വരിക. നമുക്കറിയാമല്ലോ, പരിഭവം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃത വാക്കാണെങ്കിലും പലപ്പോഴും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇങ്ങനെ പരിഭവിക്കരുത്, അത് വെറുതെ സങ്കടപ്പെടരുത്, വെറുതെ ശുണ്ഠിയെടുക്കരുത്, വെറുതെ ഇങ്ങനെ അകന്ന് നിൽക്കരുത്. എന്തിനാ ഇങ്ങനെ പരിഭവിച്ച് എന്തിനാ മാറി നിൽക്കുന്നത്, ഞാനില്ല എന്ന് പറഞ്ഞൊക്കെ എന്തുകൊണ്ടോ അതിനോടൊരു അസൂയോ കുശുമ്പോ, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു എനിക്ക് അത്രയൊന്നും ഇല്ല, അങ്ങനെ ആയിക്കോട്ടെ, ഞാനൊന്നിനും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ പല കാര്യങ്ങൾക്കും നമ്മൾ അകന്ന് നിൽക്കുമ്പോഴാണ് പരിഭവം വരിക. അപ്പൊ പരിഭവം ഉള്ളതാണ് പരിഭാവി. അപ്പൊ എന്തോ പരിഭവിപ്പിക്കുന്ന, ആരെയോ പരിഭവിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിഷമം എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയണ്ടേ, പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ. ഇവിടെ പല പല വ്യാഖ്യാനങ്ങളിലും അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരിഭാവിക പോലഭൂ, പരിഭവിപ്പിക്കുന്ന കപോലം എന്ന് വെച്ചാൽ എന്തിനെയാണ്, എനിക്ക് സൗന്ദര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനില്ല, ഞാൻ ഈ കൂട്ടത്തിൽ പെടേണ്ട ആളല്ല, ഇതിന്റെ കൂടെ വന്നാൽ എൻ്റെ ഉള്ള ശോഭയും കൂടെ പോകും എന്ന് പറയുന്ന രീതിയിലാവണം ഇവിടെ സൗന്ദര്യത്തെ, എൻ്റെ സൗന്ദര്യം പോകുന്നു ഇതിന്റെ കൂടെ നിന്നാൽ എന്ന് പറയുമ്പോഴാണ് ഒരു പരിഭവം. അപ്പോ അതിന് ഒരുപാട് പരിഭാവി എന്നുള്ളതിന് കുറച്ചും കൂടെ ഉള്ളർത്ഥമൊക്കെ പലതും ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് തൽക്കാലം സാമാന്യ അർത്ഥത്തിലേക്ക് പോവാം. അപ്പൊ ആരെയാണ്? ആദർശ പരിഭാവി കപോലഭൂ. ആദർശം എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, ഞാൻ വലിയ ആദർശിയാണ്, വലിയ ആദർശമുള്ളവനാണ് എന്നൊക്കെ. അത് ആ ആദർശത്തിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിലും ആദർശം എന്നുള്ളതിന് കണ്ണാടി എന്ന അർത്ഥം. മുഖം നോക്കുന്ന കണ്ണാടിക്കാണ് ആദർശം എന്ന് പറയാം. അപ്പൊ ആദർശത്തെ പരിഭവിപ്പിക്കാം. അപ്പൊ ഒരു കണ്ണാടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടതാണ്, അത് സൃഷ്ടിക്കേണ്ടതാണ്. എങ്ങനെയാണ് അത്? പ്രത്യേക മിറർ എന്ന് പറയുന്ന അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ശരീരത്തിന്റെ, സ്ഥൂലപരമായിട്ടുള്ള ശരീരത്തിന്റെ നല്ലതും കുറവുകളും ഒക്കെ ശരിക്കും മനസ്സിലാക്കി അവനവന്റെ ശരീരത്തെക്കുറിച്ച്, നമുക്ക് നമ്മുടെ ശരീരം കാണാൻ സാധ്യമല്ല. അവനവന്റെ ശരീരം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാണാം, കൈ കാണാം, കാല് കാണാം, നമുക്ക് പുറം കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, തലമുടി ഒന്നും കാണാൻ സാധ്യമല്ല. പിന്നെ അത്യാവശ്യമൊക്കെ നമ്മൾ ശ്രമിച്ചാൽ ചില ഭാഗങ്ങൾ കാണാമെന്നല്ലാതെ കാണുവാൻ, നമ്മളെ തന്നെ കാണുവാനുള്ള ആ ഭാവത്തിനാണ് ആദർശം. ശരിക്കും ആദർശത്തിന്റെ അർത്ഥം നോക്കിയാലും അവനവനെ അറിയുവാനുള്ള സങ്കല്പത്തിനാണ് ആദർശം എന്നൊക്കെ പറയാം.
അതിന്റെ അൾട്ടിമേറ്റ് അർത്ഥം എടുത്താൽ. ഇവിടെ കണ്ണാടി എന്ന് മാത്രം എടുക്കുക. കണ്ണാടി എങ്ങനെയാണ്? നമുക്ക് ഒരിക്കലും നമുക്ക് സൗന്ദര്യം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറവുകളും നമ്മുടേതായിട്ടുള്ള കൂടുതലുകളും അല്ലെങ്കിൽ സൗന്ദര്യവും അല്ലെങ്കിൽ ഇപ്പൊ തലയ്ക്കൊരു ഇവിടെ കവിളത്തൊരു ചെറിയൊരു മുറിവ് പറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾ പറയണം, അത് അത്ര വിശ്വസിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് നമ്മളെ തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ, നമ്മുടെ മുറിവുകളെ കുറിച്ച്, നമ്മുടെ വേദന, നമ്മുടേതായിട്ടുള്ള കുറവുകളും കൂടുതലും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രതിബിംബിക്കുന്നത് യാതൊന്നാണോ അതിനാണ് ആദർശം എന്ന് പറയാ. ആ ആദർശത്തിന്റെ മുമ്പിൽ നിന്നാൽ നമ്മളെ മനസ്സിലാവും. അപ്പൊ അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താണ്, കപോലം അമ്മയുടെ കവിൾത്തടങ്ങള് ഒരു കണ്ണാടിയെ പരിഭവിപ്പിക്കുന്നു. അതത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ, കണ്ണാടിയെ എങ്ങനെയാ പരിഭവിപ്പിക്കുക? കണ്ണാടിക്ക് പുറകിൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വീണാൽ നമ്മുടെ മുഖവും അതുപോലെ ആവും, അല്ലെ? മുഖം നന്നാവാത്തതിന് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, തമാശക്കെങ്കിലും. അപ്പൊ ആ കണ്ണാടിക്ക് എന്തെങ്കിലും, ചില കണ്ണാടികളുണ്ട് പുതിയതായിട്ട് കടയിലൊക്കെ പോയി മേടിക്കുമ്പോൾ നമ്മുടെ മുഖം ഒരുവിധം നന്നായിരിക്കും, പക്ഷെ നോക്കുമ്പോൾ ഏങ്കോണിച്ചും ഒരു വല്ലാത്ത, അത് അതിൻ്റെതായിട്ടുള്ള നിർമ്മാണത്തിൽ വന്ന പിഴവാണ്. അപ്പൊ അത് കൃത്യമാണെങ്കിലാണ് ശരിക്കും ആദർശം എന്ന് പറയാൻ പറ്റുള്ളൂ. കുറവുകൾ ഉള്ളത് പറ്റില്ല. ഡോട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് പൂശിയിരിക്കുന്ന രസം എന്ന് പറയുന്ന അതിന്റെ പുറകിൽ നമ്മുടെ പ്രതിബിംബിക്കുവാൻ പാകത്തിന് ആ ഗ്ലാസ്സിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തേച്ച് വെച്ചിട്ടുള്ള അതിനൊക്കെ എന്തെങ്കിലും കൂടുതൽ കുറവ് വന്നാലൊക്കെ കണ്ണാടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരുപാട് ലോഡ്ജുകളിലും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അല്ലെ? അതിൽ തന്നെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ഇതുകൂടെ കണ്ണാടി എന്ന് പറയുന്നത് നമ്മളെ കാണാൻ ആണ് എന്ന് മാത്രം വിചാരിച്ചാൽ അത് അത്ര സുതാര്യമായി, അത്ര സോഫ്റ്റ് ആയിരിക്കണം. അത്ര തൊട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ണാടിയുടെ ആ ഒരു ഭാഗത്ത് ഗ്ലാസ് അല്ലെങ്കിൽ തന്നെ മിനുസാണ്. ഈ ഭാവം കൂടെ വരുമ്പോ അത് കാണാനുള്ള ഭാവം കൂടെ വരുമ്പോൾ നമ്മളെ കണ്ണാടി തൊട്ട് അത്ര മിനുസാണ്. അവിടെയാണ് കണ്ണാടിയുടെ പ്രത്യേകത. അപ്പോ ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി, ആ കണ്ണാടിയെ പരിഭവിപ്പിക്കുന്ന കപോലത്തോട് കൂടിയ മിനുസത്തിനെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. നമുക്ക് കവിൾത്തട അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ്. എത്രയോ വാത്സല്യം വന്നാൽ, അത് പ്രേമം വന്നാൽ, അല്ലെ, ഒക്കെ നമുക്ക് താലോലിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ആ രണ്ട് കവിൾത്തടത്തിലൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊക്കെ കൊച്ചുകുട്ടികളോടൊക്കെ പറയാറുണ്ട്. അവിടെയാണ് അതിന് ആ കവിൾത്തടത്തിൽ ഒന്ന് തട്ടിയാൽ തന്നെ സന്തോഷം വരാറുണ്ട്. അത്ര മിനുസമാണ്. ശരീരത്തിൽ ഏറ്റവും മിനുസമായ ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കവിൾത്തടാണ്. ഇപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരുപാട് ബ്യൂട്ടി പാർലറിലും പല പല വാരി തേച്ച് നമ്മൾ ബ്യൂട്ടി ആക്കുകയാണ്. ശരിയായിട്ടുള്ള പ്രകൃതി തന്നിട്ടുള്ള ആ ഒരു സോഫ്റ്റ്നെസ് അത് പോകുന്നത് എപ്പോഴൊക്കെയാണ് എന്ന് നമുക്ക് പറയാം. അതാണ് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയാറുണ്ട്. ഇവിടെ കണ്ണാടിയാണ്. അപ്പൊ മനസ്സിനെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുവാനുള്ള കണ്ണാടി കൂടിയാണ് മുഖം. മുഖം പ്രത്യേകിച്ച് ആ മുഖത്ത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? ദേഷ്യം വന്നാൽ, സങ്കടം വന്നാൽ, അല്ലെങ്കിൽ സന്തോഷം വന്നാൽ, പുച്ഛം വന്നാൽ, ഈ നവരസങ്ങൾ എന്ത് വന്നാലും ഈ മുഖത്ത് കവിളിന് വളരെ പ്രാധാന്യമുണ്ട്. അത് കഥകളിയൊക്കെ അഭിനയിക്കുന്ന, അഭിനയം അറിയാവുന്ന ഉയർന്ന ആചാര്യന്മാരോട് ചോദിച്ചാൽ അതൊക്കെ മനസ്സിലാവും കവിളിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. കഥകളിക്കൊക്കെ കവിളിന് അത് ചുറ്റി കുത്തുമ്പോൾ തന്നെ വളരെ പ്രാധാന്യത്തോടെയാണ് കവിള് കാണിക്കുക, അല്ലെ? അങ്ങനെയുള്ള ആ കവിൾത്തടത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. കണ്ണാടി തോറ്റുപോകും നമ്മൾ പറയാറില്ലേ? ചിലതിനെ കണ്ടിട്ട് പറയും കണ്ണാടി തോറ്റുപോകും, അത്ര മിനുസാണ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കണ്ണാടി തോറ്റുപോകുന്ന മാർദ്ദവം, അതിന്റെ മാർദ്ദവം മിനുസം. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വശിന്യാദി വാഗ്ദേവതമാര് വർണ്ണിക്കുന്നത് എന്താണ്? അപ്പൊ അത് ഏത് കണ്ണാടിയാണ്? എല്ലാ കണ്ണാടിക്ക് നല്ല മിനുസാണ്, നമ്മളെ കാണാൻ പറ്റും, അത്ര രസമാണ്, അത്രയും ഒരു സന്തോഷം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് അമ്മയുടെ കവിൾത്തടം പരിഭവിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, അതെ, കണ്ണാടി അമ്മയുടെ കവിൾത്തടത്തിന്റെ അടുത്ത് വന്നാൽ എനിക്ക് ഇത്രയൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകും എന്ന് വേണമെങ്കിൽ എടുക്കാം. അതെന്താണ്? ആ ആദർശം സാധാരണയുള്ള ആദർശമല്ല. ഇപ്പൊ സാധാരണ ഒരു കണ്ണാടിയുടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നമുക്ക് ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ മനസ്സിലാവും. പക്ഷെ ഇവിടെ പത്മരാഗം എന്ന് പറയുന്ന രത്നശില കൊണ്ട് മിനുക്കി 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 എടുത്ത ഒരു കണ്ണാടിയാണ്. ഈ താമരപ്പൂവിന്റെ നിറമാണോ എന്ന് ചോദിച്ചാൽ താമര അല്ലി, ആ പൂവിന്റെ ചുവന്ന താമരപ്പൂവ്, വെള്ളയല്ല, ചുവന്ന താമരപ്പൂവിന്റെ നിറത്തോടു കൂടിയ രത്നമാണ് പത്മരാഗം. അപ്പൊ ആലോചിച്ച് നോക്കാം, താമരപ്പൂവിന്റെ നിറം
അങ്ങനെ നിറം ഉള്ള പത്മരാഗ കല്ലെടുത്തിട്ട് കണ്ണാടി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഏതാണെങ്കിലും ഇപ്പോഴത്തെ നിർമ്മാണ രീതി അല്ലെങ്കിൽ നന്നായി ഇപ്പൊ ഒരു പ്ലേറ്റ് നമ്മൾ ഊട് കഴിക്കുന്നത് അല്ലെ അതേപോലെ എടുക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയത് അതിൽ നോക്കിയാൽ നമുക്ക് മുഖം കാണാം അല്ലെ. അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് അല്ലെങ്കിൽ അത് മിനുക്കിയതിന്റെ ഗുണം കൊണ്ടാണ്, അതിന്റെ പൂർണ്ണത കൊണ്ടാണ്, അതിന്റെ ഗ്ലേസിങ് കൊണ്ടാണ്. അപ്പൊ അതുപോലെ പത്മരാഗം കല്ല് എന്ന് വെച്ചാൽ ഒരു കല്ലാണ്, വളരെ വിലപ്പെട്ടതാണ്. പത്മരാഗ കല്ലുകൊണ്ടുള്ള എന്തെല്ലാം ആത്മീയമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അത് രത്നശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് പറയാം. പത്മരാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരപ്പൂവിന്റെ നിറത്തോട് കൂടിയ ഒരു കല്ലാണ് എന്ന് മനസ്സിലാക്കാം. ആ കല്ല് എടുത്തിട്ട് ഒരു കണ്ണാടി ഉണ്ടാക്കിയാൽ എത്ര ചുവന്തൊരു കണ്ണാടിയാണ്. നമ്മളെങ്ങനെ നമ്മള് ഒരു കറുത്ത ഒരാളാണ്, നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളെ ചുവന്നു പോകുന്ന രീതിയിൽ അത്രയും ചുമ എന്നുള്ള അല്ലെങ്കിൽ താമരപ്പൂവിന്റെ നിറത്തോടെ ഒരു റോസ് കളറാണോ ചുവപ്പാണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു കല്ല് മിനുക്കി മുഖം കാണാവുന്ന രീതിയിൽ മിനുസപ്പെടുത്തി എടുത്താൽ അതിന്റെ പേരാണ് പത്മരാഗശിലാദർശം. പത്മരാഗം എന്ന ശില കൊണ്ടുണ്ടാക്കിയ കണ്ണാടി. അപ്പൊ ആ കണ്ണാടിക്കാണ് ഇവിടെ പരിഭവമുള്ളത്. കാരണം അമ്മയുടെ കവിൾത്തടം അത്ര ചുമപ്പാണ്. അമ്മയുടെ കവിൾത്തടം താമരപ്പൂവിന്റെ മനോഹാരിത ആ നിറത്തോട് കൂടിയതാണ്. ആ നിറമുള്ള ആ മുഖത്ത് അതിന്റെ സോഫ്റ്റ്നെസ്, അതിൻ്റെതായിട്ടുള്ള മൃദുലത, അതിന്റെ മിനുസം ഇതെല്ലാം കണ്ടിട്ട് പത്മരാഗശിലാദർശം പറയാണ്, പത്മരാഗശില കൊണ്ടുണ്ടാക്കിയ കണ്ണാടി പറയാണ്, ഛേ എനിക്ക് ഒരു ഗുണമില്ല, ഇതിന്റെ മുമ്പിൽ ഞാൻ എന്താണ്, അത്രയൊന്നും മാർദ്ദവോ മിനുസോ ഭംഗി അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ച് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് അലങ്കാര ഒരു ഉപമയാണെങ്കിലും പത്മരാഗം കൊണ്ട് അല്ലെങ്കിൽ പത്മരാഗശില കൊണ്ടൊരു കണ്ണാടി ഉണ്ടാക്കി വച്ചാൽ പോലും അമ്മയുടെ കവിൾത്തടത്തിന്റെ അത്രയും മനോഹാരിത വരില്ല എന്ന് പറയുമ്പോൾ അമ്മ അരുണാം കരുണാതരംഗിതാക്ഷി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അമ്മ അരുണ നിറമാണ്. അരുണ വെച്ചാൽ ചുമപ്പ് എന്നുള്ള അർത്ഥമൊന്നുമില്ല, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരുന്ന നിറമാണ്. അങ്ങനെയുള്ള മനോഹരമായ ചുമന്ന നിറത്തോടുകൂടി അരുണ നിറത്തോടുകൂടിയ അമ്മയുടെ കവിൾത്തടം അതിന്റെ എല്ലാം ഒരു ആകത്തുകയായിരിക്കും. ആ കവിൾത്തടം കണ്ട ഈ താമരപ്പൂവിന്റെ നിറമാണ്. അത് അത്ര മിനുസാണ് എന്ന് കാണിക്കാനാണ് ആദർശം എന്ന് കൊടുത്തത്. അത് ചുവന്ന കവിൾത്തടമാണ് എന്ന് കാണിക്കാനാണ് പത്മരാഗശില കൊണ്ടുള്ള ആദർശം. അതിനെ പോലും വെല്ലുന്നതാണ്, പരിഭവിപ്പിക്കുന്നതാണ് അമ്മയുടെ കവിൾത്തടം. അപ്പൊ ആ സ്വർണ്ണ കുണ്ടലങ്ങളൊക്കെ ചെവിയിൽ ഇങ്ങനെ ആടുമ്പോ ആ കവിൾത്തടമാകുന്ന കണ്ണാടി, കാരണം ആദർശത്തെ തോൽപ്പിക്കുന്നതാണ്. ആദർശത്തെ പരിഭവിക്കുമ്പോൾ ആദർശത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതിനെയൊക്കെ പരിഭവിപ്പിക്കണം. അത് മിനുസമാവണം അല്ലെ, നമ്മളെ തന്നെ കാണാൻ സാധിക്കണം. അപ്പൊ അമ്മയുടെ കവിളിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ കാണാം എന്ന് പറഞ്ഞാൽ അവനവനെ അറിയുവാനുള്ള, അവനവന് വാത്സല്യം തരാനുള്ള, അവനവന് എന്താ പറയണ്ട വാത്സല്യിക്കാനുള്ള, അവനവനെ തന്നെ കണ്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ തിരുത്താനുള്ള അത്രയ്ക്കും പ്രതിഫലിക്കുന്ന, നമ്മളെ തന്നെ പ്രപഞ്ചം മുഴുവനും പ്രതിഫലിക്കുന്ന ചുമ എന്നുള്ള ചുമപ്പ് രാശിയുള്ള ചെന്താമരപ്പൂവിന്റെ നിറത്തോടും അത്രയും അതിന് കണ്ണാടിക്ക് മാർദ്ദവൊന്നുമില്ല, ഇതിന് മാർദ്ദവും അത്രയും മിനുസാണ്. അങ്ങനെയാണ് അമ്മയുടെ കവിള് ഉണ്ടായിരിക്കുന്നത്, കപോലഭൂവും. അങ്ങനെയുള്ള കപോലം ശില കൊണ്ടൊരു കണ്ണാടി ഉണ്ടാക്കി വന്നാലും അമ്മയുടെ കവിൾത്തടത്തിന് അത്ര ആവില്ല എന്ന് വെച്ചാൽ കണ്ണാടിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ടാവും വേണം. അതിൽ കൂടുതൽ ഗുണം ഉണ്ടാവണം. കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ അമ്മയുടെ കവിളിലേക്ക് നോക്കിയാൽ അമ്മയുടെ നിറത്തോടു കൂടിയ നമ്മളെ കാണാം. രണ്ട്, നമ്മൾ ആരാണ്? അഹം കോഹം എന്ന് ചോദിച്ചപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞത്. അവനവൻ ബ്രഹ്മതത്വത്തിലേക്ക്, അവനവൻ ഈ ശരീരമല്ല, ഈ മനസ്സല്ല, ബുദ്ധിയല്ല, അല്ലെ, ഇതൊന്നുമല്ല ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നത്. ഞാൻ ആരാണ്? ഞാൻ എങ്ങനെ ഇരിക്കും? കണ്ണാടി നോക്കിയാൽ നമ്മുടെ സ്ഥൂല ശരീരം മാത്രമേ കാണാൻ സാധിക്കൂ, അതിൻ്റെയും കുറവ് കൂടുതൽ മാത്രമേ കാണൂ. എന്നാൽ അമ്മയുടെ കവിൾത്തടമാകുന്ന പത്മരാഗ ശില കൊണ്ടുള്ള കണ്ണാടിയെ പോലും തോൽപ്പിക്കുന്ന അമ്മയുടെ കവിൾത്തടത്തിലേക്ക് നോക്കിയാൽ അത്രയും ചുമ എന്നുള്ള മിനുസമാർന്ന മാർദ്ദവുമുള്ള ആ കവിൾത്തടത്തിലേക്ക് നോക്കുമ്പോൾ
എൻ്റെ ഈ സ്ഥൂല ശരീരത്തെക്കുറിച്ചും എൻ്റെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും എൻ്റെ കാരണ ശരീരത്തെക്കുറിച്ചും എൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഞാൻ ആരാണ് എന്ന് പോലും മനസ്സിലാക്കാൻ പാകത്തിന് പ്രതിഫലിക്കുന്ന അത്രയ്ക്കും സൗന്ദര്യമുള്ള കവിൾത്തടമാണ് എന്ന് കാണിക്കാനാണ് ഇവിടെ പത്മരാഗം. അപ്പൊ പത്മരാഗം കൊണ്ടൊരു ശില, പത്മരാഗശില, അതുകൊണ്ടുള്ളൊരു കണ്ണാടി. അതിന് പത്മം എന്താണ്, രാഗം എന്താണ്? പത്മം എന്ന് വെച്ചാൽ താന്ത്രികമായിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? രാഗം എന്ന് വെച്ചാൽ ഇപ്പൊ പത്മമാകുന്ന രാഗത്തിലെ ആദർശം എന്നൊക്കെ ചിന്തിച്ചാൽ വളരെ ഉയർന്ന ഒരു സ്പിരിച്വൽ കൺസെപ്റ്റിലേക്കാണ് അത് പോവുക. അങ്ങനെയുള്ള അതിനെ പോലും ആ ഒരു ശിലയുടെ ആദർശം പത്മം എന്ന് പറയുന്ന, ഇപ്പൊ നമ്മൾ പത്മപുരാണം എന്നൊക്കെ പറയുന്നുണ്ട്, അത് താമര പുരാണം എന്നല്ലല്ലോ. അതുപോലെ നമ്മൾ പൂജകൾക്കെല്ലാം പത്മമിടുക എന്ന് പറയാറുണ്ട്. എന്താണ് ഈ പത്മം എന്ന് ശരിക്ക് അതിനെക്കുറിച്ച് മാത്രം കുറെ ചിന്തിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്നതായ രാഗം, അതിൽ നിന്നുള്ള പ്രകാശം, ആ പ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ആദർശമുണ്ട്, ഒരു ദർശനമുണ്ട്. ആ ദർശനത്തെ പോലും പരിഭവിപ്പിക്കുന്നതാണ്. അതൊന്നും അല്ല സത്യം എന്ന് പറയുന്ന, അതിലും ഉപരിയായി നിൽക്കുന്ന ഒരു കവിൾത്തടമാണ്, പ്രത്യേകിച്ച് മുഖമാണ് എന്ന് പറയാം. അങ്ങനെയും ചിന്തിച്ചു പോവാം. ചിന്തിക്കാൻ പറ്റുന്നവരൊക്കെ ചിന്തിക്കട്ടെ. ഇവിടെ എന്താ അർത്ഥം? സ്ഥൂലപരമായിട്ടുള്ള വിവരണമായതുകൊണ്ട് അങ്ങനെ തന്നെ പോയേ പറ്റൂ. ഇതിന്റെയൊക്കെ ഉയർന്ന അതിന്റെ സൂക്ഷ്മതലം, അമ്മയെ മൂന്നായിട്ട് ത്രിപുര എന്നാണ് അമ്മയുടെ പേര്. 3 പുരങ്ങളാണ്. ഇപ്പൊ തന്ത്രത്തിലൊക്കെ ഭൂർലോകവും ഭൂവർലോകവും സ്വർലോകവും ചേർന്നതാണ് ഈ ശരീരം. പാദം മുതൽ അരക്കെട്ട് വരെ ഭൂർലോകവും, അരക്കെട്ട് മുതൽ കണ്ഠം വരെ ഭൂവർലോകവും, കണ്ഠം മുതൽ മൂർധാവ് വരെ സ്വർലോകമായിട്ടുള്ള ന്യാസങ്ങൾ വരെ ഉണ്ട്. അതുപോലെ തന്നെ 3 കൂടങ്ങളുണ്ട് അല്ലെ, വാഗ്ഭവകൂടം, ശക്തികൂടം, മധ്യകൂടം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ശരീരം, ആ ശരീരത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ അമ്മയുടെ കവിൾത്തടത്തിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ പത്മരാഗ ശിലാദർശം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സ്ഥൂലപരമായിട്ട് കാണാം. ഇത് സ്ഥൂലപരമായിട്ട് പറഞ്ഞതാണ്. ഈ പറയുന്ന കൂടങ്ങളെ കുറിച്ചുള്ള 3 കൂടങ്ങൾ അല്ലെങ്കിൽ 3 പുരങ്ങൾ അല്ലെങ്കിൽ 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉയർന്ന ജന്മമാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് ലളിതാ സഹസ്രനാമം 3 കൂടെ ചേർത്തിട്ട് കുറച്ച് നേരത്തേക്ക് കുറെ മന്ത്രങ്ങളിലൂടെ അമ്മയുടെ സ്ഥൂലഭാവവും, കുറെ മന്ത്രങ്ങളിലെ സൂക്ഷ്മവും, പിന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരവും അതിന്റെ ഉയർന്ന തലങ്ങളും, കർമ്മകാണ്ഡവും, കർമ്മയോഗവും, തന്ത്രമന്ത്ര എന്തെല്ലാം ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ഋഷീശ്വരന്മാരായിട്ട് ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ, സൃഷ്ടിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ പറയാൻ പറ്റുന്ന തരത്തിലുള്ള മന്ത്രങ്ങളാണ്. ഇവിടെ സ്ഥൂലപരമായിട്ടുള്ള ഒരു വിവരണമായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കാണാം. പത്മരാഗം എന്ന് പറയുന്ന താമരപ്പൂവിന്റെ നിറത്തോട് കൂടിയിട്ടുള്ള ഒരു കല്ലെടുത്ത് വളരെ മനോഹരമായിട്ടൊരു കണ്ണാടി ഉണ്ടാക്കിയാൽ, മുഖം നോക്കുന്ന കണ്ണാടിയായിട്ട് ഉണ്ടാക്കി അമ്മയുടെ കവിൾത്തടത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ആ ശില പറയും, അല്ലെ ആ കണ്ണാടി പറയും, എനിക്ക് ഇത്ര എനിക്കൊന്നുമില്ല, അമ്മയുടെ കവിളിൽ നോക്കുക, ഞാൻ എൻ്റെ പാട്ട് നോക്കി പോവാണെന്ന് പറയുന്ന രീതിയിൽ പരിഭവിപ്പിക്കുന്ന, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള, പ്രപഞ്ചത്തെ മുഴുവനും പ്രതിഫലിപ്പിക്കുന്ന, തൻ്റെ മുന്നിൽ ആരൊക്കെയുണ്ടോ അത് മുഴുവനും അമ്മയുടെ, പണ്ട് കണ്ണന്റെ വായില് ഈ ലോകങ്ങൾ മുഴുവൻ കണ്ടു എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രതിഫലിപ്പിക്കാൻ, എല്ലാം ചുമന്ന രാശിയായിട്ട് കാണാൻ തൻ്റെ തന്നെ നിറമായിട്ട് ആക്കാൻ സാധിക്കുന്ന തരത്തിൽ അത്രയും ആർദ്രവത്വവും അത്രയും മിനുസവും ഉള്ള അതിമനോഹരമായ കവിൾത്തടത്തോടു കൂടിയവൾക്ക് നമസ്കാരം. പത്മരാഗശിലാദരിശ പരിഭാവിക പോലെ ഭൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കാം. അപ്പൊ അങ്ങനെ കർണകുണ്ടലകൾ കണ്ടാൽ നമ്മുടെ മുഖം ഇങ്ങനെ കാണുമ്പോൾ ആ ചുമന്ന ചെന്താമരപ്പൂവിന്റെ നിറത്തോട് കൂടിയിട്ടുള്ള ആ കവിൾത്തടം, അതിന്റെ മിനുസം, നമുക്ക് ആ കവിൾത്തടത്തിൽ നമ്മുടെ മുഖം തന്നെ ആ കവിൾത്തടത്തിൽ കാണാനുള്ള ഒരു ശ്രമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ധ്യാനം അതിൻ്റെതായ തലത്തിലേക്ക് പോകും. ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ. അങ്ങനെ ഓരോ മന്ത്രങ്ങളും ധ്യാനിച്ചിട്ട് പോയാൽ സഹസ്രനാമം തീരാൻ അത്രയും സമയമെടുക്കും. ഞാൻ അതിന്റെ കൂട്ടത്തിൽ അത് ഒന്ന് ഓടിച്ചെങ്കിലും നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാല് കുറച്ച് കഴിയുമ്പോൾ ആ അമ്മയുടെ കപോല ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മളെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് പലർക്കും തോന്നാം. സാധിക്കും, അനുഭവം കൊണ്ട് പറയാൻ. അപ്പോ പത്മരാഗശിലാദൃശ പരിഭാവിക പോലെ ഭൂ. അപ്പൊ കവിൾത്തടം കഴിഞ്ഞു. അടുത്ത മന്ത്രം നവവിദ്രുമബിംബശ്രീന്യക്കാരിരതനഖദ. ഇത് കേൾക്കുമ്പോ എന്താ ഇതിന്റെ അർത്ഥം എന്നൊക്കെ ആദ്യകാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അതൊക്കെ ഒരു സംസ്കൃത പദവും അറിയാത്തത് കൊണ്ടാവാം, അങ്ങനെയുള്ളവരും ഉണ്ടാവാം അതിനകത്ത്. ഇവിടെ നവ വിദ്രുമ ബിംബ ശ്രീ ഞക്കാരി രതന ഛദ, ഇത്രയും പദങ്ങളുണ്ട്. ഛദ, രതന ഛദ, ഞക്കാരി രതന ഛദ, ശ്രീന്യക്കാരി രതന ഛദ, ബിംബശ്രീന്യക്കാരി രതന ഛദ, വിദ്രുമബിംബശ്രീന്യക്കാരി രതന ഛദ, നവവിദ്രുമബിംബശ്രീന്യക്കാരി രതന ഛദ. ഇതാണ് അതിന്റെ റൂട്ട്. ഇവിടെ അറിയേണ്ടത് ഛദമാണ്. ഛദം എന്ന് വെച്ചാൽ മറയ്ക്കൽ എന്നാണ് അർത്ഥം. പല സഹസ്രനാമത്തിന്റെ ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ ദശനച്ഛദ എന്നും കൂടെ ഉണ്ട്. തെറ്റൊന്നുമില്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളത് രഥനം എന്നുള്ളതാണ്. പല്ല് എന്നാണ് അർത്ഥം, രഥത്തിന് അർത്ഥം. രഥനം പല്ലാണ്. ആ പല്ലിനെ മറയ്ക്ക, രഥനത്തെ ഛദമാക്കാം. അപ്പോ പല്ലിനെ മറക്കണത് എന്താണെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം? ചുണ്ടാണ്. അപ്പൊ ഇവിടെ അമ്മയുടെ ചുണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അമ്മയുടെ മുഖത്ത് നമ്മള് നെറ്റിയും പുരികപ്പൊടികളും അമ്മയുടെ കണ്ണുകളും മൂക്കും മൂക്കുത്തിയും അല്ലെ, അതുപോലെ കർണകുണ്ടലങ്ങളും അതിവിനുസമാർന്ന അമ്മയുടെ കവിൾത്തളങ്ങളും കണ്ടാൽ അടുത്തത് നിശ്ചയമായിട്ടും അമ്മയുടെ ചുണ്ടിലേക്കാണ് പോവുക അല്ലെ. ഇന്ന് ചുണ്ടിനൊക്കെ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ചുണ്ട് നിരയാക്കാൻ. കാരണം എത്രയൊക്കെ മുഖം നന്നായാലും ഈ പല്ല് പുറത്ത് കാണുന്ന രീതിയിൽ ചുണ്ട് മുറിഞ്ഞിട്ടോ അല്ലെങ്കിൽ വളരെ കരികരി പോലെ ആയിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ചുണ്ടിന് വൈകൃതത്വം ഉണ്ടെങ്കിൽ അല്ലെ, പലർക്കും അറിയാലേ ആ പല്ലൊക്കെ പുറത്തേക്ക് വരുന്ന, ചുണ്ടിന്റെയും പുറത്തേക്ക് പല്ല് തള്ളി വരുന്ന രീതിയിലുള്ള മുഖമുള്ളവര് ഒരുപാട് വൈകൃതമായിട്ടുള്ള മുഖമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. രതന ഛദ, പല്ലിനെ മുഴുവനും മറച്ചതാണ്. രതനങ്ങളെ മറയ്ക്കുന്നത് എന്തോ അതിന് അധരം, അധരോഷ്ഠങ്ങൾ എന്ന് പറയാം. താഴെയും മുകളിലുള്ളതാണല്ലോ അധരം, ഓഷ്ഠം. അപ്പൊ ഇതിന് മൊത്തത്തില് രതനച്ഛദം എന്ന് വെച്ചാൽ ചുണ്ട്, പല്ലിനെ മറയ്ക്കുന്നത് എന്തോന്ന് അർത്ഥമുള്ളൂ. ഇവിടെ ചുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, പല്ലിനെ മറയ്ക്കാം. അതിനെ എന്തുകൊണ്ടാണെന്ന് പിന്നെ അധരോഷ്ഠം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ രതനച്ഛദം എന്ന് പറഞ്ഞു? പല്ലിനെ മറയ്ക്കുന്നു. അപ്പൊ എന്താണ് രതനം? രതനത്തിന് വേറെ വല്ല അർത്ഥമുണ്ടോ? പല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യാഖ്യാനിച്ച് മതിയാവില്ല. എന്നാൽ ഇവിടെ നമുക്ക് സ്ഥൂലപരമായതുകൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ഛദം മറയ്ക്കലാണ്, രതനം പല്ലുകളാണ്. അപ്പൊ രതനച്ഛദത്തോട് കൂടിയവൾ, ചുണ്ടുകളോട് കൂടിയവൾ. അമ്മയ്ക്ക് ചുണ്ടുണ്ട് എന്നറിയാം, നമുക്ക് എല്ലാം ഉള്ളവരുടെ ചുണ്ടുണ്ട് എന്ന് നമുക്ക് ആരും പറഞ്ഞു തരണ്ട. പക്ഷെ ആ ചുണ്ടിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആ പ്രത്യേകതയോട് കൂടിയിട്ടായിരിക്കുമല്ലോ വശിന്യാദി വാഗ്ദേവതമാരിങ്ങനെ പറഞ്ഞു വരുന്നു. അപ്പൊ കവിൾത്തടത്തിന്റെ ആ മനോഹാരിതയ്ക്ക് അത്രയും ചേർന്ന് നിൽക്കുന്നതായിരിക്കണം അമ്മയുടെ ചുണ്ടുകൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സുന്ദരി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ രതനം പല്ലാണ്, ഛദം മറയ്ക്കലാണ്. പല്ലിനെ മറയ്ക്കുന്നത് എന്തോ അത് ചുണ്ടുകളായതുകൊണ്ട് നമുക്ക് എടുക്കാം അമ്മയുടെ ചുണ്ടുകൾക്ക് നമസ്കാരം, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ചുണ്ടുകൾ ഉള്ളവൾക്ക് നമസ്കാരം എന്നർത്ഥം. അതിന്റെ ഒരു വിശേഷണാണ് ഞക്കാരി രതനച്ഛദ. ഞക്കരിക്കുക എന്ന് വെച്ചാൽ തിരസ്കരിക്കുക എന്നർത്ഥം. പരിഭാവി എന്ന് വെച്ചാൽ പരിഭവിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ഇവിടെ ഞക്കാരിയാണ്. പലരും ചൊല്ലുമ്പോ ശീന്യക്കാരി, എന്തോ വേലക്കാരി എന്ന് പറയുന്ന പോലെയൊക്കെ ചൊല്ലി പോവാറുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. കാരണം നവവിദ്രുമബിംബശ്രീന്യക്കാരി എന്ന് നമുക്ക് തോന്നണം. മനസ്സിൽ അങ്ങനെ തോന്നിയാൽ അങ്ങനെ ചൊല്ലാൻ പറ്റൂ. ഇല്ലെങ്കിൽ നവവിദ്രുമബിംബശ്രീന്യക്കാരി എന്നായി പോകും. ശ്രീന്യക്കാരി എന്നൊരു വാക്കില്ല, അതിലും ഭേദം വേലക്കാരി എന്ന് പറയാം. ഇവിടെ ഞെക്കാരിയാണ്. തിരസ്കരിക്കുക. എന്തിനെ തിരസ്കരിക്കുന്നു എന്നാണ്? തിരസ്കരിക്കുന്ന രതനച്ഛദത്തോട് കൂടിയവളാണ്. എന്തിനെയോ നീ പോ, നിനക്കൊന്നും ഒരു സുഖമില്ല, അല്ലെ നീ ഒന്നും ശരിയാവില്ല, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നതല്ല, എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള സൗന്ദര്യത്തിനനുസരിച്ച് അല്ലെ എൻ്റെതായിട്ടുള്ള കഴിവിനനുസരിച്ചിട്ട് എൻ്റെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു ആളല്ല നീ പൊക്കോളൂ, തൽക്കാലം വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കുക, വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക എന്ന് പറയുന്ന രീതി തിരസ്കരിക്കുക, പറഞ്ഞു വിടുക, റിജക്ഷൻ.
എന്ന് പറയുന്ന ആ ഒരു വിഷയമാണ് ഉള്ളത്. അപ്പൊ അമ്മയുടെ ചുണ്ട് മറ്റെന്തിനെയോ തിരസ്കരിക്കുന്നു. ഈ ചുണ്ട് ഇപ്പൊ ആരെയാണ് തിരസ്കരിക്കുക? പരിഭവിപ്പിക്കുന്നത് പോലെ അമ്മയുടെ കവിൾത്തടം പത്മരാഗ ശില കൊണ്ടുണ്ടാക്കിയ കണ്ണാടിയെ പരിഭവിപ്പിക്കുന്നത് പോലെ, ഈശോ എനിക്ക് സൗന്ദര്യം ഇല്ലല്ലോ ഈശ്വര, ഈ അമ്മയുടെ മുഖത്തിനടുത്ത് നിന്ന് എന്റെ ഉള്ള സൗന്ദര്യം കൂടെ പോകുന്ന പരിഭവിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റൊരു ഇതാണ്. പരിഭവിപ്പിക്കലല്ല, തിരസ്കരിക്കുകയാണ്. പൊക്കോളൂ എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്ന ഒരു ഭാവമാണ്. ഈ ചുണ്ടുകൾ ആര് റിജക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ബിംബശ്രീ, വിദ്രുമ ബിംബശ്രീ, രണ്ടും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ അർത്ഥം ശരിയാണ്. ശ്രീയെ നെക്കരിക്കുകയാണ്. ശ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം. നമ്മൾ പറഞ്ഞ ശ്രീമാത്രേ നമ. അപ്പൊ ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പല അർത്ഥങ്ങളുണ്ട്. അപ്പോ ഐശ്വര്യത്തെ എങ്ങനെയാണ് തിരസ്കരിക്കുക? ഒരു ഐശ്വര്യത്തെ തിരസ്കരിക്കാൻ പറ്റുമോ? നെക്കരിക്കാൻ പറ്റുമോ ഇത് ചോദിച്ചാൽ, തന്റെ ചുണ്ടിന്റെ ഐശ്വര്യം മറ്റൊരു ഐശ്വര്യത്തെ തിരസ്കരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ചുണ്ടുകൊണ്ട് എന്തെങ്കിലും എന്ന് പറയലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞു വേണ്ടുന്ന ചുണ്ടുകൊണ്ട് പറയുന്ന വാക്കല്ല. ചുണ്ടാണ്, വേറൊന്നും അവിടെ പറയുന്നില്ല. പല്ലൊന്നും കാണാനില്ല. എന്താണ്? പല്ലിലേക്ക് കയറിയിട്ടില്ല നമ്മൾ. പല്ലിനെ മറയ്ക്കുന്നത് എന്തോ അത് ചുണ്ടാണെന്ന് നമുക്കറിയാവുന്നുണ്ട്. നമ്മളത് ചുണ്ടാണ്. പക്ഷെ ചുണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്തിനെയോ ഓർമ്മ വരും. പക്ഷേ ആ ഓർമ്മ വരുമ്പോൾ അതിന് ഇത്രയും സൗന്ദര്യം ഇല്ല കേട്ടോ. അതൊക്കെ ശരിയാണ്. പക്ഷെ അമ്മയുടെ ചുണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് തുല്യമാണെന്നൊക്കെ ഉപമിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രകൃതി വസ്തുക്കളുണ്ട്. അമ്മയുടെ ഒരു സ്ത്രീയുടെ ചുണ്ടിനെ ഉപമിക്കാൻ എത്രയെത്രയോ കവിമാർ എന്തെല്ലാം ഉപമിച്ചിരിക്കുന്നു അല്ലെ. അധരം മധുരം അല്ലെ, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? മധുരമാണ് കണ്ണന്റെ അധുരം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ മധുരം എന്ന് മാത്രമേ ഉള്ളൂ. ആ മധുരം അറിയണമെങ്കിൽ കണ്ണനെ ഉമ്മ വയ്ക്കേണ്ടി വരും, ആ ചുണ്ട് കുടിക്കേണ്ടി വരും അല്ലെ. പക്ഷെ ആ മധുരമല്ല, ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മനസ്സിന്റെ സന്തോഷം, ആ ചുണ്ട് കണ്ടാലുള്ള മനസ്സിന്റെ സന്തോഷം, അതാണ് അവിടുത്തെ മധുരം. ഇവിടെ അങ്ങനെയല്ല, തിരസ്കരിക്കുകയാണ്. കാരണം തിരസ്കരിക്കുക അടുത്തു വരാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ മാറിപ്പോകേണ്ട വരുന്നു. ഈ കൂട്ടത്തിൽ പെടാൻ പറ്റിയ ആളല്ല ഞാൻ അല്ലെ. വലിയ VVIPകളുടെ ഒരു സമ്മേളനം നടക്കുമ്പോ സാധാരണക്കാരൻ കയറി ചെന്ന് അറിയാതെ കയറി ചെല്ലുമ്പോ ഞാൻ വന്ന് പെട്ടുപോയല്ലോ, ഇത് നമുക്ക് പറ്റിയ ഇടമല്ല എന്ന് വിചാരിച്ച് മാറിപ്പോകുന്ന അവസ്ഥയും, അല്ലെങ്കിൽ അവിടെ നോക്കുന്ന അവിടുത്തെ ഗേറ്റ് കീപ്പറോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, നിങ്ങളുടെ സ്ഥലമല്ല, ഇത് വേറെ കാര്യം നടക്കാം, നിങ്ങൾ പൊക്കോ, ഇത് ഇങ്ങോട്ട് വരണ്ട, വേറെ എവിടെ, ഇതിവിടെ വേറെ VIP ഉള്ളതാണെന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആർക്കും കുറവൊന്നുമല്ല. പക്ഷെ അമ്മയുടെ ചുണ്ടിനോട് അടുത്ത് വന്നാൽ എന്തിനോ ഒരു ശ്രീയെ നെക്കരിക്കും. ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഐശ്വര്യത്തെ തിരസ്കരിക്കുന്ന ഭാവത്തോടു കൂടിയ മനോഹാരിതയോടു കൂടിയ ചുണ്ടുകളുള്ളവൾക്ക് നമസ്കാരം. അപ്പൊ അത് എന്തിന്റെയാണ്? വിദ്രുമ ബിംബ. ഒരാൾക്കല്ല, 2 പേർക്കാണ്. കാരണം ചുണ്ട് രണ്ടുണ്ടല്ലോ, കീഴ്ചുണ്ടും മേൽചുണ്ടും, അധരവും ഓഷ്ടവും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ 2 ചുണ്ടുകളെ കൊണ്ടാണ് രതനത്തെ ഛതമാക്കി വെക്കുന്നത്, മറച്ചു വെക്കുന്നത്. അപ്പൊ ആ ചുണ്ടുകൾ 2 ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവരുടെയും ചുണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം, 2 ചുണ്ടിനും 2 നിറമാണ്. ഒരു നിറമാക്കാൻ വേണ്ടി ലിപ്റ്റിക്കോ ചായങ്ങളോ ഒക്കെ വെച്ച് ഒരേപോലെയൊക്കെ ആക്കുന്ന അമ്മയും സാക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള ഉയർന്ന ഉപാസനയിലൊക്കെ അമ്മ ചുണ്ടിൽ ചായം തേക്കാറുണ്ട് എന്ന് തന്ത്രശാസ്ത്രത്തിൽ അധരയാവകായതമ എന്ന് പൂജിക്കാറുണ്ട്. അതായത് ചുണ്ടിൽ പരട്ടുന്ന അങ്ങനെയുള്ള അതിന് നമസ്കാരം. ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ആ ഒരു ചാറ് അല്ലെങ്കിൽ ആ രസം അല്ലെങ്കിൽ ആ ഒരു നിറം, അതിന് നമസ്കാരം എന്ന രീതിയിൽ ഭൂഷണന്യാസമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ പല്ലിനെ മറയ്ക്കുന്ന ചുണ്ടിന് ഒരു നിറം പറഞ്ഞാൽ മതി അല്ലെ. നമ്മളൊക്കെ പാട്ടുകളിലും കവിതകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ 2 എണ്ണാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? വിദ്രുമം, ബിംബം. വിദ്രുമം വെച്ചാൽ പവിഴപ്പുറ്റ്, ചെമ്പവിഴം, വിദ്രുമം. ബിംബം എന്ന് വെച്ചാൽ തൊണ്ടിപ്പഴം. ഇതൊക്കെ നിങ്ങൾ പോയി കാണേണ്ട വരും. അതിന്റെ നിറമൊക്കെ മനസ്സിലാക്കണം. നല്ല പഴുത്ത തൊണ്ടിപ്പഴവും ശരിയായിട്ടുള്ള ചെമ്പവിഴവും കണ്ടാൽ അത്ര മനോഹരമാണ്. ചെമ്പവിഴം വെച്ചാൽ രത്നവിഷയത്തില് ഒന്നാണ് പവിഴം. അതിൽ ചെമ്പവിഴം അതിവിശേഷമാണ്. പലതരത്തിലുള്ള പെൺപവിഴം, ചെമ്പവിഴം ഒക്കെ ഉണ്ട്. പക്ഷെ ചെമ്പവിഴമാണ്. പവിഴം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചുമപ്പാണ് ഓർമ്മ വരിക. ആ ചെമ്പവിഴം, പവിഴപ്പുറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വിദ്രുമം എന്ന് വെച്ചാൽ പവിഴപ്പുറ്റ്.
അതായത് സാധാരണ പുറ്റല്ല, നവവിദ്രുമബിംബ ഇപ്പൊ ഉണ്ടാക്കിയതാണ്, പുതിയതായി ഇപ്പൊ ഉണ്ടായതാണ്. പുറ്റുണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പിന്നെ അതിൻ്റെതായ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പൊ ഉണ്ടായ, അതായത് വളരെ യൗവനം എന്ന് വേണമെങ്കിൽ പറയാം, ഇപ്പൊ ഉണ്ടായിട്ടുള്ള ശിശു എന്ന് പറയാം. ശിശു എന്ന് പറയുന്നത് ഇപ്പൊ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ, കൊച്ചു കുട്ടികളുടെ ഒരു മാർദ്ദവത്വം, അതിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു വാത്സല്യിക്കാൻ തോന്നുന്ന ഭാവമൊക്കെ വേറെ. കുറച്ചും കൂടെ ഒക്കെ വലുതായി വരുമ്പോൾ ആ കുട്ടിയോടുള്ള അടുപ്പം കുറയില്ലെങ്കിലും ആ വാത്സല്യ ഭാവം വരും. ഉണ്ടായ കുട്ടി, ആ കുട്ടിയുടെ എല്ലാം മാർദ്ദവമായിരിക്കും. പുഞ്ചിരി, നോട്ടം, ശരീരം, ആ പാദത്തിന്റെ ആ ഒരു മനോഹാരിത, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ തട്ടുന്നാൽ വാത്സല്യിക്കാൻ പറ്റും. മറ്റൊരു വികാരവും വരാതെ വാത്സല്യം മാത്രം വരുന്ന ഒരു ഭാവമാണ് ശിശുഭാവം. അപ്പൊ നവമാണ്, ഇപ്പൊ ഉണ്ടായതാണ്. ഇപ്പൊ ഉണ്ടായിട്ടുള്ള പവിഴപ്പുറ്റിന്റെയും ഇപ്പൊ വിരിഞ്ഞുകൊണ്ട് കഴിക്കാൻ പാകത്തിനുള്ള തൊണ്ടിപ്പഴത്തിന്റെയും ശ്രീയെ, അത് ചുമപ്പാണ്. ചുമപ്പ് എന്ന് പറയുമ്പോൾ കറുപ്പാണോ ചുമപ്പാണോ ഒരു പ്രത്യേക രീതിയാണ്. ഇനി അതൊക്കെ നമ്മൾ വച്ച് നോക്കി മിക്സ് ചെയ്തൊക്കെ നോക്കേണ്ടി വരും. എന്തായാലും പുതിയതായി രൂപീകരിക്കപ്പെട്ട പവിഴപ്പുറ്റുകളെയും അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളുടെയും തൊണ്ടിപ്പഴത്തിന്റെയും അധികരിക്കുന്ന നെക്കാരിജ, അധികരിക്കുക, അതിനേക്കാളും ഉയർന്ന, അതായത് തിരസ്കരിക്കുക എന്നർത്ഥം. അതിന്റെ ആ നിറത്തെ അധികരിക്കുന്ന ശോഭയോട് കൂടിയ ചുണ്ടുകൾ ഉള്ളവൾക്ക് നമസ്കാരം നടത്തും. അപ്പോ ആ താമരപ്പൂ പോലെയുള്ള കവിൾത്തടത്തില് അതേ നിറമാവാൻ വഴിയില്ല. ചുണ്ടിനെപ്പോഴും വേറെ നിറമായിരിക്കും. അത് കറുപ്പാണെന്ന് പറയാൻ പറ്റില്ല. ചുമപ്പിക്കണമെങ്കിൽ നമ്മൾ ചുമപ്പിക്കണം, അല്ലെ? രക്തം ഓട്ടം കൂടുതൽ ഉണ്ടാവണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചുണ്ടൊക്കെ പൊട്ടിയാൽ ചിലപ്പോൾ ചുമപ്പുണ്ടാകും. അതല്ല, ചുമപ്പ് എന്ന് പറയാൻ പറ്റില്ല. ചെന്താമരയുടെ തൊണ്ടിപ്പഴത്തിന്റെയും പവിഴപ്പുറ്റിന്റെയും ഇടകലർന്ന ഒരു കളറാവണം, നിറമാവണം നമ്മുടെയൊക്കെ ചുണ്ടിന്റെ. അത് സാധാരണ ചുണ്ടല്ല, സാക്ഷാൽ ത്രിപുര സുന്ദരിയുടെയാണ്, സ്ത്രീയുടെയാണ്. പുരുഷന്റെ ചുണ്ടിന് പോലെയല്ല സ്ത്രീകളുടെ ചുണ്ട്. ആ ചുണ്ട്, അതായത് അങ്കലാവണ്യ തിലകത്തിലൊക്കെ ഓരോ 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 അംഗലക്ഷണ തിലകത്തിലൊക്കെ ഓരോന്നും കേശം എങ്ങനെയായിരിക്കണം, നെറ്റി എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായാൽ എന്താണ് ഫലം, അയാളുടെ സ്വഭാവം പോലും ഈ അംഗലക്ഷണ തിലകത്തിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ചുണ്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ലക്ഷണമുണ്ട്. ആ ലക്ഷണമൊത്ത ചുണ്ടുകൾക്ക് പവിഴപ്പുറ്റിന്റെയും തൊണ്ടിപ്പഴത്തിന്റെയും നിറത്തെക്കാളും അതിൻ്റെ ഒരു ശോഭയുണ്ടല്ലോ. അല്ലാതെ എങ്ങനെ പറയും? ആ ശോഭയെ അധികരിക്കുന്ന, ആ ശോഭയെ തിരസ്കരിക്കുന്ന ചുണ്ടുകളോട് കൂടി അവൾക്ക് നമസ്കാരം. അതായത് തൊണ്ടിപ്പഴവും പവിഴപ്പുറ്റൊക്കെ അമ്മയുടെ ചുണ്ടിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ അതിനൊരു ശോഭ ഉണ്ടാവില്ല. അമ്മയുടെ ആ ചുണ്ടിന്റെ ശോഭ, ആ മനോഹാരിത, ആ ഒരു ആസ്വാദ്യത, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, നിറം, പ്രകാശം, അതിന്റെ മുമ്പില് പവിഴപ്പുറ്റോ തൊണ്ടിപ്പഴോ ഒന്നുമല്ല. തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകൾ എന്നൊക്കെ കവികള് വർണ്ണിക്കാറുള്ളത് പോലെയുള്ള അല്ലെ, തൊണ്ടിപ്പഴം പോലത്തെ, പവിഴം പോലെ, പവിഴാധരം എന്ന് പറയാറുണ്ട് അല്ലെ. പവിഴം പോലെയുള്ള അധരം, ചുവന്ന ചുണ്ടെന്ന് അർത്ഥമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതുപോലെ എന്നല്ല, അങ്ങനെയുള്ള എന്നുള്ളതല്ല, ഇവിടെ തിരസ്കരിക്കുകയാണ്. പവിഴാധരം എന്ന് പറയാൻ പറ്റില്ല, ബിംബാധരം എന്ന് പറയാറുണ്ടല്ലേ, ബിംബം പോലെയുള്ള അധരം, തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകള്, പവിഴം പോലെയുള്ള ചുണ്ടുകള്, അങ്ങനെ പോലെയുള്ള എന്നല്ല ഇവിടെ പറയുന്നത്. തൊണ്ടിപ്പഴം പോലെയുള്ളതല്ല അമ്മയുടെ ചുണ്ടുകൾ, പവിഴം പോലെയുള്ളതല്ല അമ്മ. ഈ തൊണ്ടിപ്പഴത്തിന്റെയും പവിഴത്തിന്റെയും ശോഭയെ തിരസ്കരിക്കുന്ന, തള്ളിക്കളയ്ക്കുന്ന, അതിലും ഉപരി ശോഭയുള്ളതാണ്. സാധാരണ ഉപമിക്കുമ്പോൾ തൊണ്ടിപ്പഴം പോലെയുള്ള ബിംബാധരം എന്ന രീതിയിലോ പവിഴാധരം എന്ന രീതിയിലോ ഒക്കെ സൗന്ദര്യത്തെ വർണ്ണിക്കാറുണ്ട്. ത്രിപുരസുന്ദരിയുടെ ചുണ്ടുകളാകട്ടെ ഈ ഉപമിക്കുന്ന തൊണ്ടിപ്പഴത്തിന്റെയും പവിഴത്തിന്റെയും ഐശ്വര്യത്തെ പോലും തിരസ്കരിക്കുന്ന, തള്ളിക്കളയുന്ന അതിനെയും അധികരിക്കുന്ന ശോഭയോടുകൂടിയ അതിമനോഹരമായ ചുണ്ടുകൾ. എന്ത് നിറം എന്ന് നമുക്ക് പറയാൻ വയ്യ, കാരണം തൊണ്ടിപ്പഴത്തിന്റെ നിറം അല്ല എന്ന് പറഞ്ഞു, പവിഴത്തിന്റെ നിറമല്ല, അതിലും കൂടുതലാണെന്നാണ്. അത് പറയണം എന്നുണ്ടെങ്കിൽ അമ്മയെ സാക്ഷാത്കരിക്കൽ മാത്രമേ രക്ഷയുള്ളൂ. ഒന്ന് ഉപമിക്കാൻ പറ്റിയാൽ എന്താണ്, തൊണ്ടിപ്പഴം കണ്ടിട്ടുണ്ടോ, പവിഴം കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ അതിലും മനോഹരാണ് അമ്മയുടെ ചുണ്ട് എന്ന് പറയാനേ വശിന്യാദി വാഗ്ദേവതമാർക്ക് പോലും പറ്റിയിട്ടുള്ളൂ. കാരണം ബിന്ദുസ്ഥാനത്തിരിക്കുന്ന അമ്മ, ആ അമ്മയുടെ തൊട്ട് താഴെയുള്ള 8 കോണായിട്ടുള്ള ശ്രീചക്രത്തിന്റെ കോണുകളിൽ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി എന്ന് അമ്മയുടെ ഏറ്റവും 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 അടുത്ത്
അമ്മയുടെ വാഗ്വിഭൂതികളായിരിക്കുന്ന വശിന്യാദി വാഗ്ദേവതമാർക്ക് പോലും കൃത്യമായിട്ടൊരു ഉപമ പറയാൻ സാധിച്ചിട്ടില്ല. തൊണ്ടിപ്പഴത്തിന്റെയും പവിഴത്തിന്റെയും ശോഭയെ മാച്ചു കളയുന്ന ശോഭയാണ്. ഇപ്പൊ ചന്ദ്രൻ എപ്പോഴും ഇവിടെ ഉണ്ട്, സൂര്യൻ എപ്പോഴും ഉണ്ട്. പക്ഷെ സൂര്യോദയവും ചന്ദ്രോദയവും രണ്ട് സമയത്താണ് അല്ലെ. ചന്ദ്രോദയം ഉണ്ടെങ്കിലും സൂര്യൻ എങ്ങനെ ഉദിച്ചാൽ ചന്ദ്രൻ ഉണ്ടെങ്കിലും ചന്ദ്രനെ കാണാൻ സാധ്യമല്ല. അതാണ് ആ പ്രകാശത്തിന്റെ രണ്ടിനും മാഹാത്മ്യം ഉണ്ടെങ്കിലും ചന്ദ്രന്റെ ഒട്ടും ശോഭ പോകുന്നില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത തരത്തിൽ ചന്ദ്രന്റെ ശോഭയെ അധികരിക്കുന്ന പ്രകാശത്തോടു കൂടി സൂര്യൻ ഉദിക്കുന്നുണ്ട്. അതുപോലെ തൊണ്ടിപ്പഴത്തെയോ പവിഴത്തെയോ തള്ളിക്കളയാലല്ല, ഈ ചുണ്ടിന്റെ മനോഹാരിത നോക്കിയാൽ, നിറം നോക്കിയാൽ പൂർണ്ണമായിട്ടും ഈ പവിഴപ്പുറ്റോ അല്ലെങ്കിൽ പവിഴമോ തൊണ്ടിപ്പഴമോ ബിംബമോ ഒന്നും അതിന് ശോഭയൊന്നും ഒരു ശോഭയല്ല. അത് അമ്മയുടെ ചുണ്ട് കാണണം എന്ന് പറയുന്ന അമ്മയുടെ ചുണ്ടിനെ കുറിച്ചിട്ടാണ്. ഇവിടെ സാധിക്കുന്നവര്, സംസ്കൃതമൊക്കെ അറിയാവുന്നവര് ഒന്ന് ചിന്തിക്കണം. ഞാനിപ്പോ ഇതിനെ കൂടെ പറയുന്നില്ല, അതൊരു സ്ഥൂല വർണ്ണന ആയതുകൊണ്ട്. എന്താണ് നവം? നവത്തിന് എന്തെല്ലാം അർത്ഥമുണ്ട്? എന്താണ് വിദ്രുമം എന്ന് വെച്ചാൽ ഇത് പവിഴം തന്നെയാണോ അതേ വിശേഷണ ദ്രുമമാണോ? ബിംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടിപ്പഴാണെങ്കിൽ എന്താണ് ബിംബയതി? ബിംബം എന്താണ്? അതിൽ നിന്നുണ്ടാകുന്ന ശ്രീ, ആ ശ്രീയെ എന്താണ്? ഞെക്കാരി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ അർത്ഥം വല്ലതും ഉണ്ടോ? പിന്നെ ദശനവും ഛതവും എന്താണെന്നൊക്കെ മറ്റൊരു തരത്തിലേക്ക് ഒരു വ്യൂ പോയിന്റിലൂടെ ചിന്തിച്ചു പോയാൽ ആത്മീയതയുടെ അല്ലെങ്കിൽ തന്ത്രത്തിന്റെ അല്ലെങ്കിൽ യോഗമാർഗത്തിന്റെ ഒക്കെ മറ്റൊരു ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥൂല വർണ്ണനയാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, ഒരു സൂചന ഇട്ടത് മാത്രം. അപ്പൊ അമ്മയുടെ ഈ ചുണ്ട് എന്തിനാണ് എന്നൊക്കെ ആലോചിക്കണം. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് ചുണ്ടിന്റെ ഉപയോഗം എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലെ. ചുണ്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ശരീരത്തിലെ ഏതെങ്കിലും ചെറിയൊരു അവയവം ഇല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. അതിന് കവിഞ്ഞൊരു സൃഷ്ടി നടത്താൻ പറ്റില്ല. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് പണ്ട് കൈലാസത്തിന്റെയും വൈകുണ്ഠത്തിന്റെയും സത്യലോകത്തിന്റെയും അടുത്ത് തന്നെ പറ്റിച്ചേർന്നിരുന്ന, അവർക്കെല്ലാം ലീലയാടുവാൻ, അവർക്ക് സ്വതന്ത്ര, നമ്മളൊരു ഗാർഡനിൽ പോയി ഒരു പാർക്കിൽ പോയിരുന്ന് ലീലയാടി കുറച്ച് റിലാക്സ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ അവർ ഇരുന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഭൂമി. പിന്നീട് കൈലാസത്തിൽ നിന്നും ഭഗവാന്റെ തൃശൂലം കൊണ്ട് അനേകം യോജന അകലേക്ക് മാറ്റി ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നവഗ്രഹങ്ങളെ കൊണ്ട് ആ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്ത് ദുരിതമില്ലാതെ ആക്കി തീർത്തു. എന്നിട്ടും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവതാരങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുന്നത്. ആ ഭൂമിയിൽ ജനിച്ചാൽ മാത്രമേ, ആ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ, അതിന്റെ ഏറ്റവും പവിത്രമായിട്ടുള്ള മൂലാധാരം എന്നൊക്കെ പറയുന്ന ഭാരതത്തിൽ ജനിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ടും ആ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ഒക്കെ എത്താൻ സാധിക്കൂ എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥമാണ്. ഇതൊരു പുരാണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ ഇവിടെയും എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. അപ്പോ ചെന്താമരപ്പൂവിന്റെ നിറത്തോടു കൂടിയ പത്മരാഗം കൊണ്ടുള്ള കല്ലുകൊണ്ട്, പത്മരാഗശില കൊണ്ടൊരു കണ്ണാടി ഉണ്ടാക്കി മുമ്പിൽ വെച്ചാൽ അതിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ചെന്താമരപ്പൂവിന്റെ നിറത്തോടു കൂടിയ അമ്മയുടെ കവിൾത്തടം, ആ കവിൾത്തടത്തോടു കൂടിയ അമ്മയ്ക്ക് നമസ്കാരം. തൊണ്ടിപ്പഴത്തിന്റെയും പവിഴപ്പുറ്റിന്റെയൊക്കെ ശോഭയെ തള്ളിക്കളയുന്ന തരത്തിലുള്ള അത്രയും ശോഭിക്കുന്ന അമ്മയുടെ ചുണ്ടുകൾ. ഇതാണ് ഇതുവരെ പറഞ്ഞത്. അപ്പൊ അമ്മയുടെ കിരീടം തൊട്ട് നമ്മൾ പറഞ്ഞു ഒരു ഭാഗം പോലും വശിന്യാദി വാഗ്ദേവതരെ വിട്ടിട്ടില്ല. എത്രയോ കാലം കൊണ്ടാണ് അവരത് എഴുതിയത്. അമ്മയെ നിത്യം കാണുന്നുണ്ടെങ്കിൽ അതിന് എന്തിനു ഉപമിക്കും? ഇനി അടുത്ത ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഉപമിക്കാൻ കഴിയാത്ത അവയവത്തിന് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. കാരണം വശിന്യാദി വാഗ്ദേവതമാർ, അമ്മയുടെ ഇച്ഛ കൊണ്ട് മാത്രം വിഭൂത് കിട്ടിയിട്ടുള്ള 8 വാഗ്ദേവതമാർക്ക് പോലും ഈ പ്രപഞ്ചത്തിൽ അറിയാത്തതായ ഒന്നുമില്ല. നല്ലതും ചീത്തയായതും ശോഭയുള്ളതും ശോഭയില്ലാത്തതും ചരവും അചരവും എല്ലാം അറിയാം. അങ്ങനെയുള്ള എല്ലാവർക്കും അറിയാമെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവരാണ് വാക്കിന്റെ തന്നെ ദേവതമാര്. ആ വാഗ്ദേവതമാര് പോലും ഇതെന്തിനോട് ഉപമിക്കും? അപ്പൊ ഓരോന്നും ഉപമിക്കാൻ വേണ്ടി വളരെ വളരെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ച ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ താഴത്തോട്ട് പോകുമ്പോൾ ചില ഭാഗം 2 3 ശ്ലോകം കഴിഞ്ഞാൽ ഇതിനെ ഒന്നിനോട് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്കത് വിടാം. സുല്ല എന്ന് പറയില്ലേ നമ്മള്, അല്ലെങ്കിൽ പാസ് എന്ന് പറയില്ലേ, അതുപോലെയുള്ള വർണ്ണന പോലും ഉണ്ട്. ഇപ്പൊ വശിന്യാദി വാഗ്ദേവതമാരെ അമ്മ ഇങ്ങനെ
എത്രമാത്രം കണ്ടിട്ട് ഓരോ പ്രാവശ്യവും ഇപ്പൊ ചിത്രം വരയ്ക്കുമ്പോൾ ഒരാളുടെ ചിത്രം ഇങ്ങനെ നോക്കി വരയ്ക്കുന്ന ഒരാൾക്ക് എത്ര പ്രാവശ്യം ആ വ്യക്തിയെ നോക്കേണ്ടി വരും. അതിൽ കൂടുതൽ ഒരു അപാകത പോലും ആ ഡിറ്റോ ആയിരിക്കണം എന്നൊക്കെ പറയില്ലേ, അമ്മ ഇങ്ങനെ കണ്ട് അമ്മയുടെ അടുത്തിരുന്ന് അമ്മയുടെ ഓരോ 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 ചലനവും ആ രൂപത്തിന്റെ ഉള്ളിലുള്ള രൂപം, അതും ഇന്നത്തെ പ്രപഞ്ചത്തിലുണ്ടായ ഒരു ധർമ്മചിന്തയ്ക്കും വിരുദ്ധമാവാത്ത രീതിയിൽ പൂർണ്ണമായും ആത്മീയതയും കൂടി ചിന്തിക്കാവുന്ന വിധത്തിലൊക്കെ പദങ്ങൾ ചേർത്തുകൊണ്ട് തെറ്റുകൾ വരാത്ത രീതിയിൽ വാഗ്ദേവതമാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയെ എങ്ങനെ വർണ്ണിക്കാനാകും? ഈ വശിന്യാദി വാഗ്ദേവതമാര് പറഞ്ഞ മന്ത്രത്തെ കൊണ്ട് വർണ്ണിക്കുകയേ പറ്റൂ. സാക്ഷാത് ത്രിപുരസുന്ദരിയെ വർണ്ണിക്കാൻ ഇതിൽ കവിഞ്ഞൊരു മന്ത്രം ഇല്ലാന്ന് പറയാൻ കാരണം അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന അഷ്ടദേവതമാര് വശിന്യാദി വാഗ്ദേവതമാരാണ് അമ്മയെ വർണ്ണിച്ചിട്ടുള്ളത്. അതിൽ കവിഞ്ഞ് വർണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല. അതെല്ലാം കേട്ടുകൊണ്ട് സന്തോഷത്തോടെ തൊട്ടടുത്ത് ആ ത്രികോണത്തിന്റെ തൊട്ടടുത്ത് തന്നെ 18 ഗുരുക്കന്മാരിരിക്കുന്നുണ്ട്. അവര് മൗനം വാചാലമെന്നില്ല, അവരിരിക്കുന്നു. പിന്നെയുള്ളത് അമ്മയുടെ വിഭൂതികളായ പാശവും അങ്കുശവും ഒക്കെയാണ്, അല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ള അമ്മയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന വാക്കുകൾ നമുക്ക് തന്ന ആ അമ്മയുടെ ശക്തി കൊണ്ടുണ്ടായ 8 വിഭൂതികൾ വാഗ്ദേവതമാരാണ് പ്രത്യക്ഷത്തിൽ അമ്മയുടെ അടുത്തിരുന്ന് ശിരസ് മുതൽ കേശം മുതൽ പാദം വരെ വർണ്ണിച്ചിട്ടുള്ളത്. പിന്നെ അമ്മയുടെ ഓരോ ചലനവും വർണ്ണിച്ചിട്ടുള്ളത്, അമ്മയുടെ ചിന്തകൾ വർണ്ണിച്ചിട്ടുള്ളത്, അമ്മയുടെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട അമ്മയുടെ ഭാവം, അമ്മയുടെ തലം വർണ്ണിച്ചിട്ടുള്ളത്. അതിൽ കവിഞ്ഞ് ആർക്ക് അമ്മയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുക? അങ്ങനെയുള്ള വശിന്യാദി വാഗ്ദേവതമാരാണ് അമ്മയുടെ കവിൾത്തടത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമുക്കത് എങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നോർത്ത് കരഞ്ഞു പോവാറുണ്ട്. ഈ ചുണ്ടൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ എല്ലാവരുടെയും ചുണ്ടൊക്കെ വരും. പക്ഷെ തൊണ്ടിപ്പഴ അറിയണം, പവിഴ അറിയണം, ആ നിറവും പറ്റില്ല. അതിനെയും അധികരിക്കുന്ന നിറത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയുള്ള അമ്മയുടെ ചുണ്ടുകൾ കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ ചുണ്ടുണ്ടെങ്കിലും ഉള്ളിൽ പല്ലുണ്ട്. പല്ല് കാണാനൊന്നും പറ്റില്ല, പക്ഷെ പലപ്പോഴും വശിന്യാദി വാഗ്ദേവതമാര് കണ്ടിട്ടുണ്ടാവാം ആ പല്ലുകളുടെ പ്രകാശം, അല്ലെങ്കിൽ എത്ര പല്ലുകളുണ്ട്. ഇപ്പം പറയാറില്ല ഇപ്പൊ എത്ര പല്ലായി, 32 പല്ലായോ, അല്ലെങ്കിൽ 32 പല്ലും അടിച്ച് ഞാൻ ഒഴിച്ചു എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഒരു മനുഷ്യനാകെ വേണ്ടത് 32 പല്ലാണ്. പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള പൂർണ്ണത വന്ന ഒരു മനുഷ്യന് 32 പല്ലാണ് ചുണ്ടിനകത്തുള്ളത്, അല്ലേ? ആ പല്ലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ അമ്മ ചിരിച്ച് പൊല്ല് കാണിച്ചാൽ, ഇപ്പൊ നമ്മൾ എത്ര ചിരിച്ചാലും 32 പല്ലൊന്നും കാണാൻ സാധ്യമല്ല. അതും അപ്പോഴും മറന്നു തന്നെ ഇരിക്കും. എല്ലാം തുറന്ന് കാണിക്കാൻ സാധ്യവുമല്ല. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ചുണ്ട് കഴിഞ്ഞാൽ അമ്മയുടെ താടിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിനെ കുറിച്ചിട്ടോ ഒക്കെ പറഞ്ഞാൽ മതി. പക്ഷെ ആ പല്ലിനുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണ് ശുദ്ധ വിദ്യാങ്കുരാകാരദ്വിജ പങ്ക്തിത്വയോജ്വല എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ പല്ല് കാണുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്തര എന്ന് അമ്മയുടെ ആ മുഖം ഇങ്ങനെ വന്ന് ചുണ്ട് കണ്ടിട്ട് ചുണ്ടിനെ കുറിച്ച് വിവരിച്ചപ്പോ അമ്മയുടെ പല്ലിനെ കുറിച്ച് പറയണ്ടേ? എത്ര പ്രാവശ്യം ആ പല്ലിന്റെ ശോഭ കണ്ടാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ പല്ല് കാണാൻ തുടങ്ങുമ്പോ അമ്മ വാ പൊളിക്കാതെ പല്ല് കാണാൻ പറ്റില്ല, അല്ലെ? കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് വായിലുണ്ടായത്? കൃഷ്ണനോട് മണ്ണ് തിന്നോ കണ്ണ? ഞാൻ മണ്ണൊന്നും തിന്നിട്ടില്ല എന്ന് പറയുമ്പോ വാ പൊളിക്കാൻ പറഞ്ഞത് ശകാരിച്ച് വടിയെടുത്ത് യശോദാമ്മ പറഞ്ഞ സമയത്ത് ആ ചെഞ്ചുണ്ടിൽ കുഞ്ഞു ചുണ്ടുകൾ തുറന്നപ്പോ ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും കണ്ടു. അതിലും യശോദയും ഈ വാ പൊളിച്ചിരിക്കുന്ന കൃഷ്ണനെ പോലും കണ്ടു എന്ന് പറയുന്ന രീതിയിൽ ഒരു ഭാവം നമുക്ക് ഭാഗവതത്തിൽ അറിയാം. ഇവിടെ അമ്മയുടെ ചുണ്ട് രതനക്ഷതമാണ്. പല്ലിനെ മറച്ചു വെക്കാന്ന് വെച്ചാൽ ചുണ്ട് കൂട്ടിപ്പിടിച്ചിരിക്കാന്ന് അർത്ഥം. തുറന്നിട്ടില്ല. ഇനി തുറന്നാൽ എന്ന് പറഞ്ഞാൽ പല്ല് കാണും. പല്ല് മാത്രമല്ല, ആ പല്ലിന്റെ നിറം, ആ എന്താണ് വായിലുള്ളത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അടുത്ത മന്ത്രത്തില്. അത് അടുത്ത ദിവസം ചിന്തിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. 3:51 ആയി. ഇവിടെ അടുത്ത മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും. കാരണം നിങ്ങൾ ചൊല്ലുന്ന തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ശുദ്ധ വിദ്യാങ്കുരാകാരദ്വിജ പങ്ക്തിദ്വയോജ്വല എന്ന് വേണം ചൊല്ലാൻ. പിന്നെ കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്തര അങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഒരുപാട് തെറ്റിക്കുന്ന സ്ഥലമാണത്. ഇതുപോലെ അനേകം ഭാഗങ്ങളുണ്ട് ഇതുപോലെ. അത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ കിരീടം മുതൽ താഴോട്ട് അമ്മയുടെ ആയുധങ്ങളൊക്കെ കഴിഞ്ഞ് കിരീടം കണ്ട്
ചന്ദ്രക്കല, അതുപോലെ തന്നെ അമ്മയുടെ തിരുനെറ്റി, സിന്ദൂരം, അതുപോലെ തലമുടി, അതിൽ ചേർത്ത് വെച്ചിരിക്കുന്ന അലങ്കരിച്ചിരുന്ന വസ്തുക്കള്, ആ പുരിയക്കൊടികള്, കണ്ണുകള്, അമ്മയുടെ കർണകുണ്ടലങ്ങള്, അല്ലെ, മനോഹരമായ ചമ്പകപ്പൂവിന്റെ ഇതോടുള്ള മൂക്കുകള്, മൂക്കുത്തി, അല്ലെ, നക്ഷത്രങ്ങളുടെ ആ ചൈതന്യത്തെ, ആ പ്രകാശത്തെ വെല്ലുന്ന മൂക്കുത്തി, അതിമനോഹരമായ പത്മരാഗശിലാദൃശ്യത്തെ വെല്ലുന്ന അമ്മയുടെ കവിൾത്തടം, തൊണ്ടിപ്പഴത്തെയും തൊണ്ടിപ്പഴത്തിന്റെയും അല്ലെങ്കിൽ പവിഴപ്പൂറ്റിന്റെയൊക്കെ നിറത്തെ അധികരിക്കുന്ന, അതിനെ തിരസ്കരിക്കുന്ന തരത്തിൽ അതിമനോഹരമായ, എന്ത് നിറന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അമ്മയുടെ അതിമനോഹരമായിട്ടുള്ള, തൊണ്ടിപ്പഴം എന്ന് പറയുമ്പോൾ അതിന്റെ മാർദ്ദവം, പവിഴം എന്ന് പറയുമ്പോൾ അതിന്റെ നിറം ഒക്കെ കണക്കാക്കാം. അങ്ങനെയുള്ള ചുണ്ടുകൾ, ഇതൊക്കെ ഇങ്ങനെ കാണണം എന്നാണ്. ഇത് ചൊല്ലുമ്പോ എന്താ ഇതിന്റെ അർത്ഥം? അത് ഇങ്ങനെ കാണണം എന്നാണല്ലോ. ഇങ്ങനെ അനവധി അനവധി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് അക്ഷാൽക്കാരത്തിന്, അക്ഷത്തിന് മുന്നിൽ വരാൻ സാക്ഷാത്കാരം, അക്ഷാൽക്കാരം, അക്ഷാൽക്കാരം, അങ്ങനെ മുന്നിൽ വരാൻ വേണ്ടി പതുക്കെ 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 നമ്മൾ ഇങ്ങനെ 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 ആലോകനം ചെയ്യാണ്. ആലോകനം ചെയ്തു വരുമ്പോ, സാലോകനം ചെയ്യുമ്പോൾ അപ്പോഴാണ് സാഗുണ്യവും സാരൂപ്യവും സായുജ്യവും ഒക്കെ ഉണ്ടാവുക. അപ്പോഴാണ് അഹമിത്യേവ വിഭാവയെ മഹി, ഇത് ഞാൻ തന്നെയാണല്ലോ ഈശ്വര എന്ന് മനസ്സിലാവുക. അത് അടുത്ത 10ാമത്തെ ശ്ലോകമാണ്. 25ാമത്തെ മന്ത്രം തുടങ്ങുന്ന 9 ശ്ലോകം കഴിഞ്ഞു. 10ാമത്തെ ശ്ലോകവും അതിന്റെ അർത്ഥവും മറ്റു കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ അടുത്ത ക്ലാസ്സിൽ പറയാൻ ശ്രമിക്കാം. 3:53 7 മിനിറ്റ് ഉണ്ട്. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. നമസ്കാരം ഗുരുജി. പത്മരാഗശിലാദർശ പരിഭാവിക പോലെ ദീർഘമുണ്ടോ? പറഞ്ഞു തെറ്റിയ പരിഭാവിക പോലഭൂന്ന പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്. പരിഭാവി കപോലഭൂ എന്ന് തന്നെ വിസർഗമുണ്ട്. പിന്നെ ദീർഘം മാത്രല്ല വിസർഗമുണ്ട്. അപ്പൊ വിസർഗം ഉള്ളപ്പോ അങ്ങനെ വായിക്കും, ദീർഘമായിട്ട് വായിക്കണം. അതായത് നമ്മൾ പഠിച്ചു വെച്ച ഇന്നത്തെ വിദ്യാഭ്യാസമാണ് പ്രശ്നം. ഇപ്പോ വിസർഗത്തിന് തൊട്ട് മുമ്പ് എന്താണോ ആ ഒരു സ്വരം, ആ സ്വരം എങ്ങനെയാണോ ആ സ്വരം പോലെ തന്നെ വിസർഗം വേണം. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഉ എന്നേ ഉള്ളൂ, അവിടെ ഹ്രസ്വമാണ് അല്ലെ. ഇവിടെ എങ്ങനെയാ ഭൂ എന്ന് ദീർഘാണ്. ദീർഘം കഴിഞ്ഞിട്ട് വിസർഗം വന്നാൽ ഭൂ എന്ന് തന്നെ വേണം. ആയിക്കോട്ടെ. വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും? ശങ്കരനാരായണ എന്താ വേണം? അല്ല, ഇനി പറയാൻ പോയ അടുത്ത ശ്ലോകം എടുക്കാൻ സമയം കിട്ടില്ല. ആർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. രാധേശ്യാം.